ശ്രേഷ്ഠമായ വ്യക്തികളിൽ ഒരാൾ, വാക്കിലും പ്രവൃത്തിയിലും വ്യത്യാസമില്ലാത്ത ഒരു തത്വമുള്ള മനുഷ്യൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു. 2000-നും 2011-നും ഇടയിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഭട്ടാചാര്യ ബംഗാളിലെ ഇടതു മുന്നണിയിൽ നിന്നുള്ള അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൽ നിന്ന് അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. 1944 മാർച്ച് 1-ന് വടക്കൻ കൊൽക്കത്തയിൽ ജനിച്ചു. ശൈലേന്ദ്ര സർക്കാർ വിദ്യാലയത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പ്രസിഡൻസിയിൽ നിന്ന് ബംഗാളിയിൽ BA ബിരുദം നേടി. അദ്ദേഹത്തിന്റെ വിപ്ലവ മനോഭാവം 1966-ൽ CPM-ൽ ചേരുന്നതിലേക്ക് നയിച്ചു. ഇത് നീണ്ടതും സംഭവബഹുലമായ ഒരു ജീവിതത്തിന് തുടക്കം കുറിച്ചു. 1977-ൽ ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ CPM അധികാരത്തിലെത്തിയപ്പോൾ വടക്കൻ കൊൽക്കത്തയിലെ കോസിപ്പോറിൽ നിന്ന് ഭട്ടാചാര്യ ആദ്യമായി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 1982-ൽ കോൺഗ്രസിന്റെ പ്രഫുല്ല ഗാന്ധി ഘോഷിനോട് സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും 5 വർഷത്തിനു ശേഷം ജാദവ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അദ്ദേഹം തിരിച്ചുവരവ് നടത്തി. ഭട്ടാചാര്യ 1987-നും 1996-നും ഇടയിൽ വിവര സാംസ്കാരിക മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 1996 മുതൽ 1999 വരെ ആഭ്യന്തരമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ബസുവിന്റെ പിൻഗാമിയായി 2000 നവംബർ 6-ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിവേകം അംഗീകരിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയായിരുന്ന ആദ്യകാലത്ത് പശ്ചിമ ബംഗാളിൽ ഉടനീളം വ്യവസായിക വളർച്ചയ്ക്കും IT സേവനങ്ങൾക്കും പ്രചോദനം നൽകുന്ന നിരവധി പരിഷ്കാരങ്ങൾ ഭട്ടാചാര്യ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബംഗാളിലെ IT വ്യവസായം 2001-നും 2005-നും ഇടയിൽ 70% വളർച്ച കൈവരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് വിപ്രോ ചെയർമാൻ അസീം പ്രേംജിയെ അനുസ്മരിച്ചുകൊണ്ട് ദ പ്രിന്റ് നോട്ടീസിൽ ഒരു ലേഖനം. എന്നിരുന്നാലും തന്റെ 2ാം ടൈമിൽ വ്യവസായവൽക്കരണത്തിനായുള്ള ഭട്ടാചാര്യയുടെ പ്രേരണയ്ക്ക് കാര്യമായ തിരിച്ചടികൾ നേരിട്ടു. നന്ദിഗ്രാമിലെ നിവാസികൾ തങ്ങളുടെ ഗ്രാമത്തിലെ നിർദ്ദിഷ്ട കെമിക്കൽ ഹബിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു. 2007 മാർച്ച് 14-ന് പോലീസ് വെടിവെപ്പിൽ 14 പ്രതിഷേധക്കാരുടെ മരണത്തിന് കാരണമായതോടെ സ്ഥിതിഗതികൾ വഷളായി. സിംഗൂരിൽ വ്യവസായി രത്തൻ ടാറ്റയുടെ നാനോ കാർ പദ്ധതിയും ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ കാരണം തകർച്ചയായി മാറി. പശ്ചിമ ബംഗാളിൽ CPM-ന്റെ ആധിപത്യം കുറയാൻ ഈ സംഭവങ്ങൾ കാരണമായി. 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് 184 സീറ്റുകൾ നേടി. CPM-ന്റെ കേവലം 40 സീറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ നിർണായകമായി വിജയിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ മനീഷ് ഗുപ്തയോട് ജാദവ്പൂരിൽ ഭട്ടാചാര്യ തന്റെ സീറ്റ് നഷ്ടപ്പെട്ടു. കോൺഗ്രസിന് പോലും CPM-നേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. CPM-നെ അപേക്ഷിച്ച് 42 സീറ്റുകൾ നേടി. ഈ വെല്ലുവിളികൾക്കിടയിലും വികസനത്തിനും നവീകരണത്തിനുമുള്ള തന്റെ ശ്രമങ്ങളിലൂടെ ഭട്ടാചാര്യ പശ്ചിമ ബംഗാളിന്റെ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ക്ലീൻ ഇമേജ് 2006-ലെ തിരഞ്ഞെടുപ്പിൽ CPM-നെ കൂടുതൽ സീറ്റുകൾ നേടാൻ സഹായിച്ചു. പാർട്ടി അവരുടെ മുമ്പത്തെ 199 സീറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 235 സീറ്റുകൾ നേടി. രസകരമെന്ന് പറയട്ടെ, ഭട്ടാചാര്യ തന്റെ മിതവ്യ ജീവിതത്തിന് പേരുകേട്ടതാണ്. 2011-ൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തന്റെ പാർട്ടിയിലെ പല സഹപ്രവർത്തകരെയും പോലെ തനിക്ക് സ്വന്തമായി വീടോ കാറോ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബാലിഗംഗിലെ പാം അവന്യൂവിലെ വാടകയ്ക്കെടുത്ത 2 മുറികളുള്ള സർക്കാർ ഫ്ളാറ്റിലാണ് അദ്ദേഹം ഭാര്യയോടും മകളോടുമൊപ്പം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ 5000 രൂപ മാത്രമാണ് ബാലൻസ് ഉണ്ടായിരുന്നത്. ഇതിന് വിപരീതമായി ഡെവലപ്മെന്റ് കൺസൾട്ടൻസ് ലിമിറ്റഡിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ മീര ഭട്ടാചാര്യയ്ക്ക് രാജ്ഘട്ട് ന്യൂ ടൗണിൽ 15 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. അവർക്കാകെ 31.15 ലക്ഷം രൂപയിലധികം ആസ്തിയുണ്ട്. 2009-ലും 2010-ലും അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വരുമാനം 6.70 ലക്ഷം രൂപയായിരുന്നു. 5 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിനു ശേഷം 2015-ൽ പാർട്ടിക്കുള്ളിലെ എല്ലാ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഭട്ടാചാര്യ പടിയിറങ്ങി.
പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ആഖ്യാനത്തെ രൂപപ്പെടുത്തിയ നേട്ടങ്ങളും വിവാദങ്ങളുമായി അദ്ദേഹത്തിന്റെ പാരമ്പര്യം കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനകൾക്കും പശ്ചിമ ബംഗാളിന്റെ ആധുനിക ചരിത്രം രൂപപ്പെടുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിനും ഓർമ്മിപ്പിക്കപ്പെടും. ഭരണത്തിന്റെയും പൊതുസേവനത്തിന്റെയും സങ്കീർണതകളെ പ്രതിഫലിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഭരണകാലം പുരോഗതിയും പ്രക്ഷുബ്ധവും കണ്ടു.